കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 23 അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ. 6 ദിവസം നിങ്ങൾ ജോലി ചെയ്യണം. 7-ാം ദിവസം സമ്പൂർണമായ വിശ്രമത്തിനും വിശുദ്ധ സമ്മേളനത്തിനുമുള്ള സാബത്താണ്. അന്ന് നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്. നിങ്ങളുടെ വാസസ്ഥലങ്ങളിലും കർത്താവിൻ്റെ സാബത്താണ്. അതുകൊണ്ട് നിശ്ചിത കാലത്ത് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാൾ ഈ സാബത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കൽപ്പനകളാണ് ഈ അധ്യായത്തിൽ നാം വായിക്കുന്നത്. തിരുനാളുകളാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി തിരുനാൾ പോലെ നാം ആചരിക്കേണ്ട ഒരു ദിവസം സാബത്താണ്. മറ്റു പല തിരുനാളുകളും വർഷത്തിൽ ഒരിക്കൽ ആചരിക്കണമെന്നാണ് കർത്താവ് കൽപ്പിക്കുന്നത്. എന്നാൽ ഈ സാബത്തിനെ പറ്റി ആദ്യമേ പ്രതിപാദിക്കുന്നത് സാബത്ത് എല്ലാ ആഴ്ചകളിലും കടന്നു വരുന്ന ഒരു തിരുനാളാണ്. ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അവർ കരുതേണ്ട കാണുന്ന തിരുനാളുകളാണ് ഈ തിരുനാൾ എന്ന് നാം പ്രത്യേകമായി ഓർത്തിരിക്കണം. അതുകൊണ്ട് ഈ 6 ദിവസവും നിങ്ങൾ ജോലി ചെയ്യുക. 7-ാം ദിവസം സമ്പൂർണമായ വിശ്രമത്തിനും വിശുദ്ധ സമ്മേളനത്തിനുമുള്ള സാബത്താണ്. അപ്പോൾ 7-ാം ദിവസം സമ്പൂർണമായ വിശ്രമം, ആ വിശ്രമമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വിശ്രമം എന്ന് പറയുമ്പോൾ ദൈവത്തോടൊപ്പമായിരിക്കാൻ മറ്റു കാര്യങ്ങളിൽ നിന്ന് നാം ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ സമ്മേളനം നടക്കേണ്ട ദിവസമാണ്. ആരാധനയാണ് ആ വിശുദ്ധ സമ്മേളനം. ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധമായ കൂട്ടായ്മ ദൈവാരാധനയ്ക്കുള്ള ആ സമൂഹത്തിൻ്റെ കടന്നുവരവാണ്. അപ്പോൾ ആ ദിവസം ഏറെ പരിശുദ്ധമായി ആചരിക്കുക. അന്ന് നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത് എന്നാണ് പറയുന്നത്. ജോലി എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ ലാഭമുണ്ടാക്കുന്നതും നമ്മെ ദൈവാരാധനയിൽ നിന്ന് അകറ്റുന്നതുമായ യാതൊരുവിധമായ ജോലികളും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായതുകൊണ്ട്, ദൈവം നിങ്ങളെ വിമോചിപ്പിച്ച ദൈവമായതുകൊണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധി നിങ്ങൾ ദർശിച്ചതുകൊണ്ടും ആ പരിശുദ്ധനായ ദൈവത്തെ ഈ ദിവസം നമ്മൾ പ്രത്യേകമായി ബഹുമാനിക്കുകയും ആ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം നമ്മൾ തെളിയിക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ദൈവ ആരാധന നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് സാബത്ത് ദിവസം. അന്ന് നമ്മുടെ എല്ലാ വാസസ്ഥലങ്ങളിലും, നാം എവിടെയായിരുന്നാലും, നമ്മുടെ വീടുകളിലും നമ്മുടെ താമസ സ്ഥലങ്ങളിലും ഒക്കെ ഈ ഒരു സാബത്ത് ആചരിക്കുക. അതിനായി നാം ചെലവഴിക്കുക. ദൈവ ആരാധന നടത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവികമായ പ്രവൃത്തികൾ ചെയ്യുക എന്നും തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒക്കെ പ്രവൃത്തികൾ, ഉപവിയുടെ പ്രവൃത്തികളും നാം ആ ദിവസം ചെയ്താണ് ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവികമായ പ്രവൃത്തികൾ ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ആ ദൈവ സാന്നിധ്യത്തെ എത്തിക്കുവാനായിട്ടും നാം പരിശ്രമിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ഈ സാബത്ത് തിരുനാൾ എന്ന ആ ദിവസം. ഓരോ ദിവസത്തിൻ്റെയും വിശുദ്ധിയിൽ ജീവിക്കുവാനും ആ ദിവസത്തിൻ്റെ പരിപൂർണതയിൽ നാം ജീവിക്കുമ്പോഴും 7-ാം ദിവസം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരുക്കത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ഒക്കെ ദിനമാണ്. ആ ദിവസം പരിപൂർണമായി ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ച്.